എന്നാ ഞാൻ കഥ പറയട്ടെ. ഒന്ന് ഇരുന്നാലോ കഥ പറയാൻ? കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന്. അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരിട്ട് എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ ഒരു അത്ഭുതം. ആ ബസിന്റെ പുറത്തേക്ക് എഴുതിയിരിക്കുന്ന തമിഴല്ലേ? ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. തുറന്ന് നോക്കടാ. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, രാജ അണ്ണാമലെ മെമ്മോറിയൽ ഹാൾ. എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക ചതിക്കൊന്നുമില്ല. ഗഫൂർ ആണ് ഇതിന്റെ അലിയനാ. പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ. അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടുണ്ടോ? ഞാൻ നിന്നോട് മിണ്ടുന്നില്ല. சாமி எங்க போன சாமி? குண்டு சாமி டக்கரான பைசா ஹோட்டல் கூட்டும் போற சாமி. ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി. അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ. അവനെ ഞാൻ ശരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. ലുക്ക്, ഇവിടെ ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട്. പണിയെടുക്കാനോ? നോ വഴി. പെർ അവർ $10 വെച്ച് ഏൺ ചെയ്യാം. നാട്ടിലൊരു 500-520 രൂപ വരൂലേ? അപ്പൊ 10 മണിക്കൂർ ജോലി ചെയ്താ 5200 രൂപയോ? Something like that. Fantastic. I want that job right now. Right now. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു പണിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്തിനാ ഇച്ചിരി കാറ്റും ഇച്ചിരി വിളിച്ചോക്കണേ? നല്ല കാറ്റും നല്ല വെളിച്ചുള്ള സ്ഥലത്ത് ഞാൻ ആക്കി തരാം, പോരെ? അത് മതി. ഇനി ഈ ഓപ്പറേഷൻ തീരണവരെ നമ്മുടെ ബേസ് ഇതായിരിക്കും. മനസ്സിലായോ മിസ്റ്റർ പൈലി? ഡ്രാഗൺ പൈലി എന്ത് പൈലിയാണെങ്കിലും നീ ഒറ്റ തന്നെ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ ഹെൽപ്പ് യു തൂക്കില്ല ഭാഗ്യം. என்னடாங்க சத்தம்? ഒന്നുമില്ല, അപ്പഴേ പാത്രത്തിൽ പേശി പേശി വെളിക്കിട്ടേ ഇരിക്കണ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. മണി മണി
இவ்வளவு பணத்தை வச்சு நான் என்ன பண்ண போறேன்னு தெரியல. കാനഡയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. കാനഡയിലെ ഉയർന്ന പ്രോപ്പർട്ടി നിരക്കുകൾ, തൊഴിൽ സാഹചര്യങ്ങളുടെ ഇടിവ്, വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ, ജീവിത ചെലവിൽ വന്ന വർധന എന്നിവ കാനഡയെ സമീപകാലത്ത് ഒരു ദുസ്വപ്നമായി മാറ്റുകയാണ്. റിപ്പോർട്ട് പ്രകാരം വിദേശ തൊഴിലാളികൾ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, അഭയാർത്ഥികളായി എത്തിയവർ എന്നിവരുൾപ്പെടെ താത്കാലിക താമസക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ 11%. ചെലവിനായി പാർട്ട് ടൈം ജോലികളെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ കാനഡയിൽ. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കെ ബോസ്.